ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നോർത്തൻ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സോയ ചങ്ക്സിൻ്റെ പുതിയ ഒരു റെസിപ്പിയുമായിട്ടാണ്. അതായത് സോയ പലർക്കും ഇഷ്ടമില്ലായിരിക്കും, എങ്കിലും ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുതുപുത്തൻ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളം നന്നായി തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് വെള്ളത്തിൻ്റെ ചൂടൊക്കെ മാറി നമുക്കിതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം ഇങ്ങനെ ഊറ്റിയെടുക്കാം. അതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. സോയ നമ്മൾ സാധാരണ ഇതുപോലെ തന്നെ കുതിർത്തിട്ടാണ് സോയയുടെ മറ്റ് കറികൾ എടുക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം ഞാനൊരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടി, അതും ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂണിൽ താഴെ മതി. അതിനുശേഷം പിന്നീട് വേണ്ടുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മൈദാമാവായാലും മതി. ഞാനൊരു സ്പൂണിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1 സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണിനകത്ത് തൈര് വേണ്ടി വരും. അതായത് നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള തൈരും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് യോജിപ്പിക്കണം. എല്ലാ സോയാബീനിലും തൈരും ഈ മാവും എല്ലാം ഉപ്പും കുരുമുളകും എല്ലാം പറ്റത്തക്ക രീതിയിൽ നന്നായിട്ട് ഒരു 2 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു സിംല മിർച്ചിയും 2 വലിയ ഇടത്തരം സവാളയും 1 തക്കാളിയും ഇതേ രീതിയിലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ പാനിലേക്ക് ഒഴിച്ച് പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന സോയാബീൻസിനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ സോയ നന്നായിട്ട് ഫ്രൈ ആയി വരും. ഇതേ രീതിയിൽ ഫ്രൈ ചെയ്ത് സോയയെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഫ്രൈ ചെയ്തെടുത്ത സോയ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ നമുക്ക് ടേസ്റ്റ് അറിയാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത പാനിൽ ഒരല്പം എണ്ണയുണ്ട് ബാക്കി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ആ എണ്ണ നന്നായി ചൂടാകുമ്പോഴത്തേന് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി വാടിയതിന് ശേഷം ഈ സിംല മിർച്ചി ഇട്ട് വീണ്ടും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയം ഇനി നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റിന് വേണ്ടിയിട്ട് ഇതേപോലെ ആ മുളക് പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറത്തക്കോണം ഇളക്കി കൊടുക്കുക. ഈ സമയമെല്ലാം സ്റ്റൗ സിമ്മിൽ തന്നെ ഇരിക്കട്ടെ. ഇനി വേണ്ടുന്നത് സോയ സോസാണ്. ഇത് ഒരു 2 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് സോയാ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സോയ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതും ഒരു 2 ടേബിൾ സ്പൂണിന് വേണ്ടി ഒഴിക്കുന്നുണ്ട്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സോയ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്നുമില്ല, നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി എടുക്കുക. സിമ്മിൽ തന്നെ വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തീ കയറി വരും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ സോയ വറുത്തപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്രേവിയിലും ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിൻ്റെ ആവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിയോടും ചോറിനോടും അതുപോലെ പൂരിക്കും ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോയാബീൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി എൻ്റെ ചാനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു പുതുപുത്തൻ റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.